നമസ്കാരം. എങ്ങനെയാണ് ചില കാര്യങ്ങൾ DNA പ്രേക്ഷകരോട് പങ്കുവയ്ക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളിത് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെ തുടങ്ങണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ ലോകത്ത്, കലിയുഗത്തിൽ ഇതെല്ലാം ഉണ്ടാകാം. ഇതൊരു മനസ്സിൻ്റെ വിഭ്രാന്തിയാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരാളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണോ, ഇല്ലെങ്കിൽ ഇതെല്ലാം സംഭവിച്ചേ പറ്റൂ എന്നുള്ള നിയോഗമാണോ, ഇല്ലെങ്കിൽ അങ്ങനൊരു വിധിയാണോ, ഇതൊക്കെ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. സംഭവം 50 വയസ്സിന് താഴെയുള്ള ഒരു വീട്ടമ്മയാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഒരു മകനുണ്ടായി. അദ്ദേഹവുമായിട്ട് സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ, വളരെ നന്നായി ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞു. അതവർക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. മറ്റൊരു സുന്ദരി ആയതുകൊണ്ട് തന്നെ, സ്വത്തുക്കളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിന് അവർക്ക് താല്പര്യമില്ല. അവർ ഈ മകനെ പഠിപ്പിച്ച് വലുതാക്കി വിദേശത്താക്കി. വിദേശത്ത് അമ്മയും മകനുമായിട്ട് എപ്പോഴും ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്, ഭയങ്കര സ്നേഹമാണ്. ഈ കാലഘട്ടത്തിലും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാതെ, ഒരു കുട്ടിയെ പ്രണയിക്കാതെ, മദ്യപിക്കാതെ, ലഹരി പദാർത്ഥം ഉപയോഗിക്കാതെ ഡോക്ടറായ ഒരു മകൻ, ആ മകനാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് തോന്നുന്നു 1 മാസമായിട്ടാണ്. ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ട് ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന ഹോട്ടലിലുണ്ട്, എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് രാവിലെ വേറെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താണ് വിഷയം എന്നൊന്നും എന്നോട് പറയുന്നില്ലല്ലോ, കാണണം. ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ പോയി കണ്ടു. അതാണ് എൻ്റെ വിഷയം. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഈ മകൻ്റെ വിഷയം, ഈ ഡോക്ടറായ മകൻ്റെ നല്ല ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്ന ഏത് പെൺകുട്ടിയാണോ അത് ഭാഗ്യവതിയായിരിക്കും. അത് സംസാരം പോലും എന്ത് സൗമ്യമായിട്ടാണ് അദ്ദേഹം ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 50 വയസ്സിന് താഴെ പ്രായമുള്ള അമ്മ. ഈ അമ്മയ്ക്കൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അമ്മയ്ക്കെപ്പോഴും കൊച്ചു വർത്തമാനം പറയാൻ പാകത്തിലുള്ള ഒരമ്മ. അപ്പോൾ ഈ കുറേ കഴിഞ്ഞ് ഈ ജോലിക്കാരി അങ്ങ് പോയി. ജോലിക്കാരി പോയി എന്ന് പറഞ്ഞാൽ അവരുടെ മകൾ, അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇവരങ്ങ് പോയി. അപ്പോൾ അവർക്ക് പകരം വന്നവരാരും ഈ അമ്മയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമല്ലോ. ഓർഡർ ചെയ്യുന്ന സ്ഥലത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അവനോട് പറഞ്ഞു, ഇനി പിന്നെ അമ്മ, അപ്പോൾ ആ പയ്യൻ അവൻ്റെ ബിസിനസ്സിൻ്റെ രീതിയായിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇനിയിപ്പോൾ ചേച്ചിയെന്നോ അമ്മയെന്നോ എന്തായിരിക്കും, എനിക്ക് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ടെത്തിക്കാം. അങ്ങനെ അവൻ ഈ അമ്മയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാവുന്നു. നമ്മളിത് ആലോചിക്കണം. ചില നിമിഷങ്ങളിൽ, ചില ബന്ധങ്ങളിൽ പോയി പെട്ടാൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ മനസ്സിനെ ഒന്നും പിടിച്ചാൽ കിട്ടണമെന്നില്ല. മനസ്സെന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സ് ചില പറയും ഹൃദയത്തിലാണ്, ചിലവരും തലച്ചോറിലാണ്. ബോധം അല്ലേ, ആ ബോധത്തിൽ എവിടെയോ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ തെളിയുന്ന ഒരു വികാരമുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് അവനോട് തോന്നുന്ന ഇഷ്ടം എന്താണ് എന്ന് ഈ മകനിപ്പോഴും അറിഞ്ഞുകൂടാ. വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ പയ്യനോട് ഈ 50 വയസ്സിന് താഴെയുള്ള അമ്മയ്ക്ക് തോന്നുന്ന ഒരു ഇഷ്ടമാണ്. അത് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് അറിയാൻ വയ്യ. ആ മകൻ എന്നോട് പറഞ്ഞത്, സ്വാമി, അവന് ഒരു 50 വയസ്സെങ്കിലും ഇല്ലെങ്കിൽ ഒരു 45 വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവനോടൊന്ന് സംസാരിക്കാം, എൻ്റെ അമ്മയോടൊപ്പം ജീവിക്കാൻ. അവനിഷ്ടമുള്ള സ്വത്തും പണവും സമ്പാദ്യവും എല്ലാം ഞാൻ കൊടുക്കാം. എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു. എന്തൊരു മകനാണല്ലേ, ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. ആലോചിച്ച് നോക്ക്. ഈ കാലഘട്ടത്തിൽ അച്ഛനമ്മമാരെ നോക്കാതെ, അച്ഛനമ്മമാരെ പുറംകാല് കൊണ്ടടിച്ച്, അമ്മുമ്മമാരുടെ അപ്പൂപ്പൻ്റെയും പേരറിയാത്ത, അവരുടെ സ്വത്ത് മുഴുക്കാൻ കൈക്കലാക്കുന്ന ഈ നവയുഗത്തിലെ, ഈ കാലഘട്ടത്തിലെ വൃദ്ധന്മാരെയും വാർദ്ധക്യം ബാധിച്ചവരെ വെറുപ്പോട് നോക്കുന്ന ഒരു യുവ സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ ഇപ്പം നമ്മളെ കണ്ട കിളവനാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ യൗവനം 62 അല്ല, 26 വയസ്സേ ഉള്ളൂ ഞാൻ എല്ലാവരോടും പറയും. കാരണം മനസ്സിൻ്റെ യൗവനമാണ് പ്രധാനം. ശരീരം ജീർണവസ്ത്രം നശിച്ചില്ലാതായിപ്പോവും. മനസ്സിൻ്റെ ബലമാണ് ശക്തി.
അപ്പോൾ ഈ മകൻ എന്നോട് പറഞ്ഞു, ഇപ്പം എന്താ ചെയ്യുക സ്വാമി? അപ്പം ഞാൻ ചോദിച്ചു, ഏത് തരത്തിലുള്ള വികാരമാണ് ആ ചെറുപ്പക്കാരനോട് അമ്മയ്ക്കുള്ളത്? അതറിഞ്ഞൂടാ. പക്ഷേ ആ പയ്യൻ എപ്പോഴും കാണണം, ആ പയ്യൻ എപ്പോഴും ഫോൺ ചെയ്യും. അവർ തമ്മിൽ ഒരു വേറെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല, അവിശ്വസിക്കുന്ന തരത്തിലുള്ളൊരു ബന്ധമില്ല. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അമ്മയേക്കാൾ 10-15 വയസ്സിന് താഴെയാണ്. ആലോചിച്ച് നോക്കുക, അമ്മയ്ക്ക് 50 വയസ്സുണ്ട്, ഈ പയ്യന് 35 വയസ്സേ ഉള്ളൂ. വീണ്ടും പ്രാരാബ്ദമൊക്കെ ഉള്ളതാണ്. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് ഇവന് ജോലിയില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിയെ വേറെ കല്യാണം അയച്ചതുകൊണ്ട് ഇവന് ജീവിതത്തിൽ കല്യാണം വേണ്ട എന്ന് വിചാരിച്ചാണ്. എന്നിട്ട് ഈ മകൻ പറയുന്നത് എന്താണ്? വിദേശത്താണെങ്കിൽ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. ഇദ്ദേഹം ഇവനെ കണ്ട് രാവിലെ സംസാരിച്ചു, അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിക്കപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് ഈ മകൻ മനസ്സിലാക്കുന്നു. അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നു, അവൻ്റെ പേര് പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. ഈ ബൈക്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് അനാവശ്യങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേര് പിടിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ സ്വാമി എപ്പോഴും പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ, അപ്പോൾ ഇത് പൂർവ്വജന്മ ബന്ധം വല്ലതും ആണോ, എന്ത് തരത്തിലുള്ള വികാരമാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ നമ്മൾ എന്താ ഇതിൻ്റെ ഉത്തരം പറയുക? നമുക്കതിനൊരു ഉത്തരവില്ല അല്ലേ? എന്താ പറയുക? 50 വയസ്സുള്ള വിധവയായ ഒരു അമ്മയ്ക്ക് 35 വയസ്സുള്ള അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ആ പയ്യൻ്റെ സംസാരവും അവൻ വീട്ടിനകത്തോട്ട് ഇതുവരെ കയറി ഇരുന്നിട്ടില്ല. അപ്പോൾ അവൻ എന്ത് നല്ല പയ്യനാണ്, അവനെ അകത്തേക്ക് ക്ഷണിക്കാത്ത അമ്മ എന്ത് നല്ല അമ്മയാണ്. അമ്മയുടെ മനസ്സിന് ശാന്തി കിട്ടാനായിട്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമോ സ്വാമി എന്നൊക്കെ ചോദിച്ചാൽ ചില നേരങ്ങളിൽ നമ്മൾ ഉത്തരം മുട്ടിപ്പോവില്ലേ ഇല്ലേ? ജീവിതത്തിലെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഒരുപാട് കണ്ട ആളാണ് ഞാൻ. ഉടഞ്ഞു പോകുന്ന ജീവിതങ്ങളും ഉലഞ്ഞു പോകുന്ന ബന്ധങ്ങളും തകർന്നു പോകുന്ന പ്രണയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു അനുഭവിച്ചല്ലേ. എൻ്റെ കപടസന്യാസിയുടെ ആത്മകഥയും നോവുകടലുമൊക്കെ വായിച്ചാൽ ഞാൻ എഴുതി ഇങ്ങനെ തള്ളിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ജീർണതകൾ, മനുഷ്യൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാത്തവർ, ഒരു മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാത്തവർ, ഒപ്പം കിടക്കുന്നവർ, ഒപ്പം കിടന്ന് ജീവിച്ച് സ്വന്തമായിട്ടുള്ള എല്ലാം അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തിട്ടും പുറങ്കാല് കൊണ്ട് അടിച്ചു കളയുന്നവർ, ഈശ്വരൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ മുൻകൂർ കരാർ എഴുതി വാങ്ങിയവർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. ആ ലോകത്താണ് അമ്മയുടെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്കൊന്ന് സംസാരിക്കുമോ, സ്വാമി ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കുമോ? നമ്മൾ എന്താണ് പറയുക? നമ്മൾ എന്താണ് ഇതിന് ഉത്തരം പറയുക? എൻ്റെ എൻ്റെ DNA പ്രേക്ഷകരോട് ഞാൻ എല്ലാം പങ്കുവയ്ക്കും, എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെ കുറ്റം പറയാൻ പറ്റൂ? ഈ മകൻ സമ്മതമാണ്. എൻ്റെ അമ്മയുടെ മനസ്സമാധാനത്തിന്, എൻ്റെ അമ്മ ജീവിച്ചില്ല, എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്, എൻ്റെ അമ്മയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനൊരു ബന്ധമുണ്ടായാൽ അവന് എൻ്റെ സർവ്വതും അവൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പത്ത് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, എല്ലാം കൊടുക്കാം എന്നാണ്. അയാൾ ആ പയ്യനോട് വെറുതെ സംസാരിക്കുമ്പോൾ തന്നെ നല്ലൊരു പയ്യൻ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എന്നിട്ട് അവൻ്റെ കുടുംബം പോറ്റാൻ അവൻ ഈ പണി ചെയ്യുകയാണ്. ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ജോലി, ഒരു കമ്പനിയിൽ രാത്രി വരെ ജോലി ചെയ്യും. ഇതൊരു ദൈവത്തിൻ്റെ വിധിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അപ്പോൾ സ്വാമി ഒന്ന് അമ്മയെ കാണൂ, എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കാരണം ഞാൻ ഈ വിളിക്കുന്നവരെ തന്നെ എൻ്റെ ദുഃഖങ്ങൾ എനിക്ക് താങ്ങാൻ വയ്യ, എനിക്ക് ഭ്രാന്ത് വരുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ അമ്മയോട് നമ്മൾ എന്താണ് പറയുന്നത്? ഞാനിപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അമ്മയ്ക്ക് അവനോടുള്ള ഇഷ്ടം ഏത് തരത്തിലുള്ളതാണ്? നഷ്ടപ്പെട്ടു പോയ എന്നോ പ്രണയിച്ച് വിവാഹം കഴിച്ച അച്ഛനോട് തോന്നിയതാണോ? വളരെക്കാലം ഭർത്താവായി ജീവിച്ച ആ ഭർത്താവിനോട് തോന്നിയതാണോ? ഏത് തരത്തിലുള്ളതാണ് നമ്മൾ എങ്ങനെ അറിയുക? പക്ഷെ അവനെ കാണും, അവനെ കണ്ടേ പറ്റൂ. അവനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. അമ്മ മകനോട് പറഞ്ഞതാണ്, എനിക്ക് അവനിവിടെ നിൽക്കട്ടെ, അവൻ എന്തിനാ ജോലിക്ക് പോകുന്നത്, അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, അവന് ഡ്രൈവിംഗ് അറിയാമല്ലോ, അപ്പോൾ എന്നെ എവിടോട്ടെങ്കിലും കൊണ്ടുപോകാമല്ലോ. അവരൊരു പുതിയ ജീവിതത്തിൻ്റെ, എന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ആ ഉൾക്കൊള്ളുന്ന മകൻ, അവൻ വിദേശത്താണ്,
ആ വിദേശത്തുള്ള മകനത് ഉൾക്കൊള്ളുവാണ് ഈ അമ്മയെ. അവിടെയാണ് നമ്മൾ ഉത്തരം മുട്ടിപ്പോകുന്നത്. ഒരു പരിഹാരങ്ങളുമില്ലാത്ത, ഒരു പൂജാവിധികളുമില്ലാത്ത, ഒരു പ്രവചനങ്ങൾക്കും അതീതമായ ചില ബന്ധങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ചില കെട്ടുപാടുകൾക്ക്, പൂർവ്വജന്മ കെട്ടുപാടുകൾക്കിടയിൽ നമ്മൾ സ്തംഭിച്ചു. ഞാനിന്ന് സ്തംഭിച്ചു പോയി. ഉത്തരമില്ല. ആലോചിച്ചിട്ട് പറയാൻ പറ്റൂ. ആ ചെറുപ്പക്കാരൻ നല്ലവണ്ണം ഒപ്പം പഠിച്ച പെണ്ണിന് ജോലി കിട്ടാത്തത് കൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചു പോയി. അവൻ പറയുന്നത് അവളെപ്പോഴും വിളിക്കും. അപ്പോൾ അവളെ ഉപദേശിക്കും, നിനക്കൊരു ഭർത്താവുണ്ട്, നീ എന്നെ വിളിക്കരുത്. നീ എന്നെ വിളിച്ചാൽ ഞാൻ നിന്നെ പ്രണയിച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനം എൻ്റെ മനസ്സിൽ വരും. അതുകൊണ്ട് നീ എന്നെ വിളിക്കരുത്. അവളുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവുമല്ലോ. ചില കുട്ടികൾ പ്രണയിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അതിനെ വിവാഹം കഴിപ്പിക്കാതെ വേറൊരു വിവാഹം കഴിപ്പിക്കും. അത്രയും കാലം ആ മറ്റൊരു പുരുഷനെ സ്വപ്നം കണ്ട പെൺകുട്ടി ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വേറൊരു ഒരുത്തനെ അങ്ങോട്ട് ഉൾക്കൊള്ളുവാണ് 2 ദിവസം കൊണ്ട്. ഇത് ഇത്രയും വർഷം പ്രണയിച്ചതെല്ലാം സക്സസ് ആണെന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാൻ പറയുവാണ്. ഈ അടുത്ത കാലത്തൊരു പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമി ഞാനവനെ പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്, അവൻ്റെ അച്ഛനും തൂക്കാൻ കൊണ്ടുപോയി എൻ്റെ സ്വർണ്ണമെല്ലാം കൂടെ. നല്ല സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എത്ര കൊടുത്ത പവൻ ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടേണ്ടതില്ലേ? ഇതുപോലെയുള്ള അച്ഛന്മാർ, ഇതൊക്കെ മരുമകളുടെ സ്വർണം തൂക്കാൻ കൊണ്ടുപോയിക്കണം, അമ്മയും കൂടെ കൂട്ടുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആകപ്പാടെ ഉത്തരം മുട്ടിപ്പോണ ഒരു ചോദ്യമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. എന്നെ അമ്മയെ കാണാൻ നിർബന്ധിച്ചു. എനിക്ക് പറ്റില്ല. എനിക്കെങ്ങനെ പറ്റുന്നു? എനിക്കല്ലെങ്കിൽ തന്നെ ഈ പരിഹാരങ്ങൾ പറഞ്ഞും ഇപ്പം 5 ദിവസം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ കേട്ടോണ്ടിരിക്കാമല്ലോ കുറേ നേരം. എന്തെങ്കിലുമൊക്കെ പറയാം. ജ്യോതിഷമൊന്നും അറിയുമോ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. അപ്പോൾ ഞാൻ ധർമ്മസങ്കടത്തിലാണ്. നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് എഴുതണമെങ്കിൽ എൻ്റെ അടിയിൽ വന്ന് ഞാനിത് എന്ത് ചെയ്യണമെന്നൊന്ന് എഴുതി തരണം. എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഇതിനെനിക്കൊരു മറുപടിയില്ല. നമുക്കെന്ത് ചെയ്യാൻ? ആ മനുഷ്യനെ ആ ഹോട്ടൽ മുറിയുടെ താഴെ വരെ എൻ്റെ കൂടെ വന്നു. ഞാനിതൊന്നും പറയാൻ വിളിച്ചതെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദക്ഷിണ എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, 1 രൂപ നാണയമാണ്, 1 രൂപ നാണയം മേടിക്കുള്ളൂ. പിന്നെ പരിഹാരമൊന്നും പറഞ്ഞില്ലല്ലോ, താങ്കൾ ഈ പറഞ്ഞത് ഞാനിങ്ങോട്ട് കേട്ടതല്ലേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, അമ്മയെ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റും ഈ മനസ്സിൽ നിന്ന്? ബുദ്ധിമുട്ടാണ്. ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, പൂർവ്വജന്മ ബന്ധം കാണും. പൂർവ്വജന്മ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഇവരെ പൂർവ്വജന്മം എടുക്കണം. ഈ അമ്മയുടെ പൂർവ്വജന്മം എടുക്കണം, ഈ ചെറുപ്പക്കാരൻ്റെ പൂർവ്വജന്മം എടുക്കണം. ഞാൻ പണ്ട് ഇതിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ബിരുദധാരിയായ ഒരു പെൺകുട്ടി സമ്പന്നനായ ഒരാളുടെ മകളായിട്ട് ജനിച്ചിട്ട് വിവാഹങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചു. ഒരു വിവാഹം അവൾ കഴിക്കണം. പിന്നെ അവർ വിദേശത്ത് ജോലിക്ക് പോയി. അവിടെ ജോലിക്ക് നിന്നിട്ടും ഈ അച്ഛനും അമ്മയും കൂടെ വിവാഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ കുറേ പൂജകളൊക്കെ ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞതൊന്നും പരിഹാരമാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഒരാളുടെ മനസ്സും പരിഹാരങ്ങളും മന്ത്രവാദവും ചെയ്ത് മാറ്റാൻ പറ്റില്ല. വശീകരണം വേറെയാണ്. മനസ്സിനെ ബലത്തെ പിടിച്ചിരിക്കുന്ന ഒരു മനസ്സിനെ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ ഒരാൾ കൊല്ലാൻ വന്നാൽ കൊന്നോളൂ എന്ന് പറയാൻ ആണ് എനിക്കിഷ്ടം. ഓടിപ്പോകുന്ന സ്വഭാവമൊന്നുമില്ല. ഇരുട്ടത്തൂടെ നമ്മൾ സഞ്ചരിച്ച് പ്രേതബാധയുള്ള സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. മരണഭയമില്ലാതെ ജീവിക്കുന്നതാണ് പ്രത്യഗ്രഹ ഉപാസകൻ. ഭൗതിക ജീവങ്ങളിൽ ഭ്രമിക്കാത്തതാണ്. ഭ്രമമൊക്കെ കാണും, എല്ലാം ഇതിനകത്തുള്ളതാണ്. ഇതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാമക്രോധ മോഹാദികളുള്ളതെല്ലാം ഇതിനകത്തുള്ളത് തന്നെ. അപ്പോൾ ഇങ്ങനൊരു ധർമ്മസങ്കടമുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി, പൂർവ്വജന്മം ഞാൻ പറഞ്ഞു വന്നല്ലോ, ആ പെൺകുട്ടി റോഡിൽ അലക്കിന ഒരാളുടെ കൂടെ പോയി. അവനെ കൊണ്ട് വിദേശത്തുണ്ട് കോട്ടമൊക്കെ വാങ്ങിച്ചിട്ട് അവനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. പൂർവ്വജന്മ ബന്ധം നമുക്ക് വേർപെടുത്താൻ പറ്റുകയില്ല. പക്ഷെ പൂർവ്വജന്മത്തിലെ ശത്രു വന്ന് കല്യാണം കഴിച്ചാൽ, പൂർവ്വജന്മത്തിലെ ശത്രുവാണ് ആദ്യമൊക്കെ കല്യാണത്തിന് വരും. ആലോചിച്ച് പ്രണയിക്കുന്നതിൽ 99% പൂർവ്വജന്മ ശത്രുക്കളാണ്. അതുകൊണ്ടാണ് പ്രണയ വിവാഹങ്ങൾ നല്ല ശതമാനവും പരാജയപ്പെട്ടു പോകുന്നത്. എൻ്റെ ഒരു പഠനമാണ്, 100%. പിന്നെ പരസ്പരം വിട്ടുവീഴ്ച ഉത്തമ 10 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ പരസ്പരം വിട്ടുവീഴ്ചയോടൊക്കെ ജീവിച്ചാൽ മാത്രമേ ഒരാൾ കോപപ്പെടുമ്പോൾ മറ്റാൾ തണുത്തിരിക്കുകയും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ എന്നെ വഴക്ക് പറയൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട് ചോദിക്കുന്ന പോലെ ഒക്കെ തൊഴുത്ത് ജീവിച്ചാൽ നമ്മളെപ്പോലുള്ള അഹങ്കാരികളുടെ മുമ്പ് ജീവിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ കോപിഷ്ഠനാകുകയും മറ്റേയാൾ
കോപം ഉണ്ടായിരുന്നെങ്കിൽ ആ കോപം ഇല്ലാതാക്കി എനിക്ക് ജീവിതം വേണം, ഈ മൃഗത്തിൻ്റെ കൂടെ ജീവിച്ചേ പറ്റുമെന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എൻ്റെ എൻ്റെയൊക്കെ അങ്ങനെയാണ്. അറിയാമല്ലോ, എന്നെ വിളിക്കണവർക്ക് അറിയാം, ഞാൻ തയ്ച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ ദുഷ്ടനൊന്നുമല്ല, പക്ഷെ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവരുടെ പൂർവ്വജന്മം എടുത്താൽ പൂർവ്വജന്മ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരനോട് പറയുക? 10-15 വയസ്സ് മൂപ്പുള്ളത്. ഈ മകൻ്റെ ഒരു ദുഃഖമാണ് എൻ്റെ പ്രശ്നം. അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറില്ല. ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. സ്വന്തം അച്ഛൻ കുട്ടിക്കാലത്ത് മരിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു. അമ്മയുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം, അമ്മയുടെ ആഗ്രഹത്തിനൊരു പൂർത്തീകരണം ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു മകനായിട്ട് ജനിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ അമ്മ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കണം. എൻ്റെ അമ്മയെപ്പോലെ സ്വഭാവശുദ്ധിയുള്ള, എൻ്റെ അമ്മയെപ്പോലെ നന്മയുള്ള, എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ അച്ഛനെ സ്നേഹിച്ച അങ്ങനൊരു അമ്മയെ പോലെ ഒരു പെണ്ണിനെ എനിക്ക് വേണമെന്ന് മകൻ്റെ കൂടെ നമ്മൾ എന്താണ് പറയാൻ? നമ്മളെ ദൈവം ചില കുഴപ്പം കൊണ്ടുവന്ന് ഇങ്ങനെ നൂലിൽ കെട്ടിയിട്ട് അവിടെ കാലും കൈയും കെട്ടിയിടും. എന്ത് പരിഹാരമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്? ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ഇതിൻ്റെ അടിയൊന്ന് എനിക്കൊരു മറുപടി തരൂ, നിങ്ങളുടെ അഭിപ്രായമെങ്കിലും എഴുതൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ പിന്നെ സ്വാമി ഒന്ന് അമ്മയെ ഒന്ന് കണ്ടിട്ട് സ്വാമി ഒന്ന് സംസാരിക്കുമോ, വിലയിരുത്തുമോ, ഇതങ്ങനെ പൂർവ്വജന്മമാണോ നോക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അമ്മയെ കണ്ടാൽ ഞാൻ എന്ത് മറുപടി പറയും? ഇനി ഈ പൂർവ്വജന്മ ബന്ധമുണ്ട്. ഈ ചെറുപ്പക്കാരൻ 10-15 വയസ്സിന് മൂത്ത കോടികളുടെ ആസ്തി കൊണ്ട് കൊടുക്കും, അവൻ്റെ സർവ്വ സ്വത്തുക്കളും കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യുക? ഞാൻ ചോദിച്ചു, ഈ അമ്മയുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്താണെന്ന് മനസ്സിലായോ? അല്ല, അവനെ കാണണം, അവന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, അവന് ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. നമ്മുടെ അവിടെയുള്ള പറമ്പ്, ആ എസ്റ്റേറ്റ്, അത് അവന് എഴുതി കൊടുക്കണം. പക്ഷെ ആ ചെറുപ്പക്കാരൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ല. അതല്ലേ ഇവിടുത്തെ ഒരു വിഷയം. ഈ അമ്മ പറയുന്നതെല്ലാം സ്വീകരിക്കാൻ മറ്റേ ചെറുപ്പക്കാരൻ തയ്യാറാവണ്ടേ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ? എത്രയോ പേരുണ്ട്, എനിക്കറിയാവുന്ന എത്രയോ പേര് കല്യാണം കഴിച്ച് അടിപൊളി, എന്നിട്ട് കണ്ടവൻ്റെ കൂടെയൊക്കെ പോകും, കണ്ടവളന്മാരുടെ കൂടെയൊക്കെ പോകും. അവിടെയാണ് ആ ഒരു പുരുഷൻ്റെ നന്മ എന്ന് പറയുന്നത്. വളരെ റെയറായിട്ട് 1,00,000 പേരിൽ ഒരാളെയൊക്കെയാണ് ഞാനിങ്ങനെ കാണാൻ പറ്റുന്നത്. ധർമ്മസങ്കടത്തിലാക്കുന്ന ഇത്തരം വികൃതികൾ ദൈവം കാണിക്കും, ഇല്ലേ? ധർമ്മസങ്കടത്തിലാക്കി കളയും മനുഷ്യനെ. ഒരു പൂജാരിക്കും ഞാനല്ലേ, ഒരു തന്ത്രമന്ത്രാദികളിൽ നിൽക്കുന്നവനും ആ മനസ്സ് മാറ്റാൻ പറ്റൂലല്ലോ. സ്വത്തുക്കളെല്ലാം അവനെ എഴുതി കൊടുത്തിട്ട് അവൻ എൻ്റെ കൂടെ ജീവിക്കണം, എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് അവനെ കാണണം. എന്ത് ഭാവത്തോടു കൂടിയാണ് ഈ അമ്മ അവനെ കാണുന്നത്? അപ്പോൾ ഈ മിടുക്കനായ, ഈ ചെറുപ്പക്കാരനായ, ഈ ഡോക്ടറായിട്ടുള്ള മനുഷ്യന് പിടികിട്ടണില്ല. പുള്ളി ഇപ്പം എന്നോട് പറഞ്ഞു, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇതൊരു വിഷയമേ അല്ല. മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞ് വൃദ്ധയാണെങ്കിലും മക്കൾ തന്നെ വന്ന് അമ്മയ്ക്ക് ഒരുത്തനെ കൊടുത്ത് കല്യാണം കഴിപ്പിക്കും. വിദേശ രാജ്യങ്ങളിലൊന്നും അതൊരു വിഷയമല്ല. നമ്മുടെ ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടാകുന്ന പ്രത്യേക കൾച്ചർ. എന്നാൽ പിന്നെ തോന്നിയില്ലേ, കുണ്ടറ ഒരു അമ്മ മകനെ കല്യാണം കഴിച്ചില്ലേ, അച്ഛൻ മകളെ ഗർഭിണിയാക്കിയില്ലേ, സഹോദരൻ്റെ കൂടെ കിടക്കുന്ന ഒരു വിഷയം ഉണ്ടായില്ലേ, ചൗത്താ സേവ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവിടെയാണ് പവിത്രമായ ദിവ്യത്വമുള്ള ചില സ്നേഹത്തിൻ്റെ ഇത്തരം മൂല്യങ്ങളുള്ള ഏതോ പൂർവ്വജന്മത്തിൽ ഉറഞ്ഞുപോയ അത് ഉണർന്നു വന്നിട്ട് ബന്ധങ്ങളുണ്ടാകുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ധാരണയുമില്ല. എനിക്ക് അമ്മയെ കാണാനും പറ്റില്ല, ഈ ചെറുപ്പക്കാരനെയും കാണാൻ പറ്റില്ല. ഈ മകൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ. അവൻ ധർമ്മം എനിക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് സ്വാമി ഇതിനകത്തൊരു തീരുമാനം പറഞ്ഞു, ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ വരാം, ഇല്ലെങ്കിൽ മുമ്പായത്തെ വീട്ടിൽ വരാം, ഇല്ലെങ്കിൽ മാടകോവിലിൽ വരാം. സ്വാമി എങ്ങനെയെങ്കിലും എനിക്കിതിനൊരു പരിഹാരം, ഞാൻ മടങ്ങിപ്പോകാൻ, ഞാൻ ഇതിനു വേണ്ടി മാത്രം സ്വാമിയുടെ DNA വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് എനിക്ക് മറ്റാരെയും എനിക്കിതിനെക്കുറിച്ച് കാണണ്ട. സ്വാമി എന്താണോ പറയുന്നത് അത് ചെയ്യാമെന്നാണ്. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും എൻ്റെ അന്വേഷണവും ഒക്കെ സ്തംഭിച്ച് ആരും ഒന്നും പറയുന്നില്ല. കെട്ടുപിണഞ്ഞു പോയ ഈ സ്നേഹബന്ധത്തിൻ്റെ, അല്ലെങ്കിൽ കെട്ടുപിണഞ്ഞു പോയ ഈ പൂർവ്വജന്മത്തിൻ്റെ, ഇല്ലെങ്കിൽ മനസ്സിൻ്റെ അടിത്തട്ടിലെവിടെ ഉറഞ്ഞു കിടന്ന ഏതോ ജന്മത്തിലെ ഉണർന്നു വന്ന ഈ വികാരത്തെയൊക്കെ മറുപടി പറയാനുള്ള കരുത്തെനിക്കില്ലാത്തത് കൊണ്ട് ദൈവം എന്താണോ നിശ്ചയിക്കുന്നത്, ദൈവം എന്താണോ തീരുമാനിക്കുന്നത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.